ഓക്കെ കുട്ടികളെ, നമുക്കിന്ന് റിഫ്രാക്ഷൻ ത്രൂ എ കർവ്ഡ് സർഫസ് അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വി ആർ ഇമാജിനിങ് എ കർവ്ഡ് സർഫസ്, അതായത് നമ്മൾ ഒരു കർവ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യാണ്. ദിസ് ഇസ് ദ കർവ്ഡ് സർഫസ് ദാറ്റ് വി ആർ ഇമാജിനിങ്. ആ കർവ്ഡ് സർഫസിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു കോൺവെക്സ് സർഫസ് ആണ്. റൈറ്റ് സൈഡ് എന്ത് ഷേപ്പാന്നുള്ളത് നമ്മൾ ബോദർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് ഇവിടെ ഇറഗുലർ ഷേപ്പിൽ വെച്ചു. എന്നിട്ട് ഈ കേർവ്ഡ് സർഫസിൽ വി കുഡ് ഡ്രോ പ്രിൻസിപ്പൽ ആക്സസ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് വിളിക്കും. ഈ പ്രിൻസിപ്പൽ ആക്സസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യട്ടെ. വി ക്യാൻ മാർക്ക് എ പോയിന്റ് ഓവർ ഹിയർ. അത് നമുക്ക് എന്താണ്, നമ്മളുടെ കേർവ്ഡ് സർഫസിൽ പ്രിൻസിപ്പൽ ആക്സസ് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേ. ഇനി ഈ ഒരു കേർവ്ഡ് സർഫസ് ഒരു സ്പിയറിന്റെ ഭാഗമായിരിക്കും. ഈ കേർവ്ഡ് സർഫസ് ഏത് സ്പിയറിന്റെ ഭാഗമാണോ ആ സ്പിയറിന്റെ സെന്റർ, അതായത് സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി വി കുഡ് മാർക്ക് ദിസ് ഡിസ്റ്റൻസ്. ഇത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ആ ഒരു ജോമെട്രിക് സെന്ററിലേക്കുള്ള ഈ ദൂരം, അതിനെ നമുക്ക് വി കുഡ് മാർക്ക് ഇറ്റ് ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ഓക്കെ, ഇനി നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് വി ആർ ഇമാജിനിങ് എ സബ്സ്റ്റൻസ് വിച്ച് ഇസ് ഓവർ ഹിയർ. ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. സാധാരണ നമ്മൾ ഒബ്ജക്റ്റിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്, പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഇത്തവണ ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഷേപ്പും സൈസും ഒന്നും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. ഈ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു. പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിന്റെ അതേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ വിത്തൗട്ട് എനി ഡീവിയേഷൻ നേരെ പാസ് ചെയ്യും. ലൈറ്റ് റേ വിച്ച് ഇസ് പാസിങ് നോർമലി ത്രൂ ദ റിഫ്രാക്റ്റിംഗ് സർഫസ്, ഇറ്റ് വിൽ പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ എന്നുള്ളത് നമ്മളുടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ലൈറ്റ് റേനെ കൺസിഡർ ചെയ്യുന്നു. We are considering a light ray which is starting from the object and it is striking over the pole like this, striking over the mirror like curved surface. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കേർവ്ഡ് സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു ലൈറ്റ് റേ കൺസിഡർ ചെയ്തു. ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഈ ലൈറ്റ് റേ ഇപ്പം ഇവിടെ നിന്ന് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഔട്ടർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറയാം, ഇന്നർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് പറയാം. N2ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അപ്പം റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ലൈറ്റ് റേക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ലൈറ്റ് റേ ഷുഡ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ലൈറ്റ് റേ ഇസ് ട്രാവലിംഗ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഇറ്റ് ഷുഡ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അതിന് നമ്മൾ നോർമൽ വരയ്ക്കണം. നോർമൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഓഫ് കർവേച്ചറിൽ നിന്ന് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? വി വിൽ കോൾ ഇറ്റ് ആസ് നോർമൽ. Therefore, this is our normal. അങ്ങനെയാണ് ലൈറ്റ് റേ നേരെ പാസ് ചെയ്യുന്നതിന് പകരം the light ray will bend towards the normal and ഈ ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്ന് വീഴും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫോളോയിങ് ഓവർ ഹിയർ. അപ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലെ പ്രിൻസിപ്പൽ ആക്സിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേയും ഈ ഒരു ഗ്രീൻ ലൈറ്റ് റേയും ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ വി വിൽ ഗെറ്റ് അവർ ഇമേജ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഇമേജ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ക്ലിയർലി സീ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. അതേപോലെ തന്നെ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതിൽ കൂടെ എഴുതാം. Therefore, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒക്കെ മാർക്ക് ചെയ്തു. ഈ പോയിന്റിനെ നമുക്ക് കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് let me mark this point as P.
ഇനി നിങ്ങൾ ഒരു ട്രയാങ്കിൾ ഇമാജിൻ ചെയ്യാം. ഏത് ട്രയാങ്കിൾ ആണ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു കുഡ് ഇമാജിൻ എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ കാണുന്നുണ്ട്. ട്രയാങ്കിൾ ഏത്? CPO. CPO എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏത് ആംഗിൾ ആണ് I? അതായത് ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണുള്ളത്. CPO എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് I. അതുകൊണ്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത സാധനം ഒന്ന് മായ്ക്കട്ടെ. വി കുഡ് ഡ്രോ ഇറ്റ്. ഹൈലൈറ്റ് ചെയ്ത സാധനത്തിനെ ഒന്ന് മായ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ OPC എന്ന് പറയട്ടെ. ഫ്രം ട്രയാങ്കിൾ OPC, I എന്ന് പറയുന്നത് OPC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആണ്. അതായത് ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെയും സം ആയിരിക്കും. ഞാൻ ഈ ആംഗിളിനെ ആൽഫ എന്നും ഈ ഒരു ആംഗിളിനെ ബീറ്റ എന്നും ഈ ഒരു ആംഗിളിനെ ഗാമ എന്നും വിളിക്കട്ടെ. വെറുതെ നോർമലും പ്രിൻസിപ്പൽ ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ, ഇൻസിഡന്റ് റേയും പ്രിൻസിപ്പൽ ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, റിഫ്രാക്റ്റഡ് റേയും പ്രിൻസിപ്പൽ ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ. വെറുതെ മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഫ്രം ദിസ് ട്രയാങ്കിൾ OPC, എക്സ്റ്റീരിയർ ആംഗിൾ I ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, അതായത് ആൽഫ പ്ലസ് ഗാമ എന്ന് നമുക്ക് വേണേൽ പറയാം. I ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഗാമ. എഴുതിക്കൂടെ? എഴുതാം. ഇനി നിങ്ങൾ വേറെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, യു കുഡ് ഇമാജിൻ എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഈ ട്രയാങ്കിളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാ ഈ ഗാമയാണ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിത് അൺഡു ചെയ്തിട്ട് എഴുതട്ടെ. വി കുഡ് റൈറ്റ് ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? CPI എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കണ്ടല്ലേ. ഫ്രം ട്രയാങ്കിൾ CPI we could say എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ ഗാമ is equal to R plus ബീറ്റ. അപ്പം ഗാമ is equal to R plus ബീറ്റ എന്ന് എഴുതാം. ഇതിൽ നിന്ന് R is equal to ആണെങ്കിൽ ബീറ്റനെ അങ്ങോട്ട് എടുക്കുകയാണ്, ഗാമ മൈനസ് ബീറ്റ. ഞാൻ ഇവിടെ എഴുതാണ് R is equal to ഗാമ മൈനസ് ബീറ്റ. വി കുഡ് ഹാവ് എ റിലേഷൻ ലൈക്ക് ദിസ്. അപ്പൊ നമ്മൾ നോക്കുമ്പം ഐക്ക് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, ആറിനും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ സ്നെൽസ് ലോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്നെൽസ് ലോ ആക്ച്വൽ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വി ഹാവ് ലേൺഡ് സ്നെൽസ് ലോ ആസ് sin I by sin R is equal to n2 by n1. This is the Snell's law that we have learned. പക്ഷേ ഇവിടെ നമുക്കൊരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. എന്താണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അപ്രോക്സിമേഷൻ? The approximation that we are using is, in this case, I, R, alpha, ബീറ്റ ആൻഡ് ഗാമ. ഐയും ആറും ആൽഫ ബീറ്റ ഗാമയൊക്കെ വളരെ ചെറുതായിരിക്കും. ഈ സിറ്റുവേഷനിൽ പോയിന്റ് ഒബ്ജക്റ്റും പോയിന്റ് ഇമേജും ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആക്ച്വലായിട്ട് ഈ ഡയഗ്രത്തിൽ കാണുന്ന മാതിരിയല്ല, ഐയും ആറും ആൽഫയും ബീറ്റയും ഗാമയൊക്കെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ സിൻസ് ഐ ആൻഡ് ആർ ഇസ് വെരി സ്മോൾ, ഐയും ആറും വളരെ ചെറുതായതുകൊണ്ട് സൈൻ ഐനെ അപ്രോക്സിമേറ്റ്ലി ഐ എന്ന് പറയാൻ പറ്റും, സൈൻ ഓഫ് ആറിനെ അപ്രോക്സിമേറ്റ്ലി ആർ എന്ന് പറയാം. ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ sin I could be approximated to I, sin R could be approximated to R. Therefore നമ്മളുടെ ഈ ഒരു ഇക്വേഷന് എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I by R is equal to n2 by n1 എന്ന് എഴുതാം. ആംഗിൾ വളരെ ചെറുതാണ്, നമുക്ക് ഇങ്ങനെ ഒരു അപ്രോക്സിമേഷൻ നടത്താമെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ
ഈ വാല്യൂസ് ഐയുടെ വില ഐക്ക് പകരം എന്ത് കൊടുക്കാം? ഇൻസ്റ്റെഡ് ഓഫ് ഐ we could substitute alpha plus gamma. Instead of r we could substitute gamma minus beta. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we could get ഐക്ക് പകരം ആൽഫ പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ ആറിന് പകരം ഗാമ മൈനസ് ബീറ്റ that is equal to n2 by n1. We could write like this. Cross multiply ചെയ്യാം. അങ്ങനെയാണെങ്കിൽ n1 into alpha plus gamma is equal to n2 into gamma minus beta. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? Yes, we could write like this. ഇത് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഇവിടെ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ n1 ആൽഫ പ്ലസ് n1 ഗാമ is equal to n2 ഗാമ മൈനസ് n2 ബീറ്റ. We could write an equation like this. ഈ ഇക്വേഷൻ എഴുതിയതിനു ശേഷം ഗാമയെ ഒരു സൈഡിലേക്ക് എഗ്രിഗേറ്റ് ചെയ്യുക. അപ്പം n1 ഗാമേനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് n1 ഗാമയായിരിക്കും. n2 ബീറ്റ മൈനസ് n2 ബീറ്റ അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ we'll get n1 ആൽഫ പ്ലസ് n2 ബീറ്റ ഇറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇയാളുടെ ഗാമേനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഗാമ കോമൺ ആയി പുറത്തെടുക്കാം. n2 ഇവിടെ ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പൊ മൈനസ് n1 അല്ലേ? we could write like this. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയതിനു ശേഷം the next thing that you have to do is you have to substitute for alpha, beta and gamma. ആൽഫ ബീറ്റ ഗാമയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അപ്രോക്സിമേഷൻ നടത്തും. എന്താണ് നമ്മളിവിടെ അപ്രോക്സിമേഷൻ നടത്തുന്നതെങ്കിൽ അതിനു മുന്നേ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് ആ ഡോട്ടഡ് ലൈന് പ്രിൻസിപ്പൽ ആക്സിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിനെ ലെറ്റ് മീ കോൾ ഇറ്റ് സം എൻ എന്ന് വിളിച്ചു വെറുതെ. അങ്ങനെയാണെങ്കിൽ യു കുഡ് സീ എ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ക്യാൻ യു സീ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലൈക്ക് ദിസ്? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ടാൻ ആൽഫ. അപ്പം ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാനത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് വാട്ട് ഷുഡ് ബി ടാൻ ആൽഫ? ടാൻ ആൽഫ ഫ്രം ദാറ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇറ്റ് ഷുഡ് ബി ടാൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് പി എൻ ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. അഡ്ജസെന്റ് സൈഡ് എന്നത് ഈ ഡിസ്റ്റൻസ്. ആൻഡ് വി നോ ദിസ് ഡിസ്റ്റൻസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ദ കേർവ്ഡ് സർഫസ്. കേർവ്ഡ് സർഫസിൽ ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് യു എന്ന് പറയാം. ശരിക്കും ഇവിടേക്കുള്ള ദൂരമാണ്, പക്ഷേ ഇവിടേക്കുള്ള ദൂരത്തിനെയും നമുക്ക് യു എന്ന് പറയാം. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ പി എൻ ബൈ യു വി കുഡ് റൈറ്റ് ടാൻ ആൽഫ ഈക്വൽ പി എൻ ബൈ യു. ഇതേപോലെ ടാൻ ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ടാൻ ബീറ്റ യു കുഡ് ഇമാജിൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. From this right angle triangle you will be able to find out tan beta. അതുകൊണ്ട് in order to find out tan beta let me write tan beta is equal to opposite side is pn divided by adjacent side is ni. What is ni? ni എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ട് ഇമേജിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നതും എന്നിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. Therefore this distance is called as image distance v. Therefore നമുക്ക് tan beta എന്ന് പറയുന്നത് pn divided by adjacent side ന് പകരം we could give it as v. In the similar manner, in order to find out tan gamma, you could imagine this right angle triangle. ഈ right angle triangle നിന്ന് you could find out tan gamma. Therefore let's find out tan gamma's value also. Tan gamma is equal to opposite side ഇവിടെയും pn തന്നെ divided by
adjacent side it is now n എന്ന് c ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് approximately r. Therefore, now we can substitute for alpha, beta and gamma. ആൽഫക്കും ബീറ്റക്കും ഗാമക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ therefore n1 into instead of alpha I could write pn by u plus n2 into instead of beta we could write pn by v is equal to ഗാമക്ക് പകരം pn by r into n2 minus n1. We have substituted like this. അപ്പോൾ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? n1 പകരം അല്ല ആൽഫക്ക് പകരം pn by u കൊടുത്തു, ബീറ്റക്ക് പകരം pn by v കൊടുത്തു, ഗാമക്ക് പകരം pn by r കൊടുത്തു. ശരിയല്ലേ? ഇനി ഇതിൽ നമ്മൾ നോക്കുമ്പം pn മൂന്നിലും കോമൺ ആണ്. അപ്പോൾ ആ പി എന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? പി എൻ മൂന്നിലും കോമൺ ആയതുകൊണ്ട് വി കുഡ് ക്യാൻസൽ ദിസ് പി എൻ ഫ്രം ദ 3. Therefore, I can write n1 by u plus n2 by v is equal to n2 minus n1 divided by r അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ r. ഇതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ റേ ഒപ്റ്റിക്സിന്റെ ഡെറിവേഷൻ എത്തുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി സബ്സ്റ്റിറ്റ്യൂട്ടിങ് സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ വാട്ട്സ് യു? യു ഇറ്റ് ഈസ് മെഷേർഡ് ഫ്രം പോൾ ടു ഒപ്റ്റിക് സെന്റർ. അതായത് ഇങ്ങോട്ടേക്കാണ് യു മെഷർ ചെയ്യേണ്ടത്, പക്ഷേ അത് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ യു നെഗറ്റീവ് അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. വി മെഷർ ചെയ്യുന്നത് പോളിൽ നിന്ന് ഇമേജിലേക്ക്, അതായത് ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ, അത് പോസിറ്റീവ്. ദെൻ ഓവർ ഹിയർ ആർ മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക്, അതായത് ഇറ്റ് ഷുഡ് ബി മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. Therefore r is also positive. Then u is negative. അപ്പോൾ minus n1 by u നെ ലാസ്റ്റ് ചെയ്താൽ പോരെ. That is we could write therefore n2 by v minus n1 by u is equal to n2 minus n1 by r. This is the expression for what? Refraction through the curved surface. Refraction through the curved surface. ഒബ്ജക്റ്റ് റെയറർ മീഡിയത്തിലും ഒരു കോൺവെക്സ് curved സർഫസിലൂടെ ഇമേജ് ഡെൻസർ മീഡിയത്തിലേക്കും വരികയാണെങ്കിൽ ദിസ് ഇസ് ദ ഫോർമുല ദാറ്റ് വി ക്യാൻ യൂസ്. അതിൽ വി ആരാ? ഇമേജ് ഡിസ്റ്റൻസ്, യു ആരാ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ആൻഡ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് കോൺവെക്സ് curved സർഫസ്. curved സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r. n2 എന്ന് പറയുന്നത് ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് curved സർഫസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. n1 മീഡിയം ഔട്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, therefore this is the expression that we are getting for refraction through the curved surface. Refraction through the curved surface, we have obtained an expression like this. ഇത് important ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. Okay, therefore we have obtained an equation like this. ഇനി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു സിറ്റുവേഷൻ, that is if we are dealing with another situation, that is, let me just draw the situation that we are in. If we are saying this is the curved surface that we are considering, ഇങ്ങനെയാണ് നമ്മളുടെ curved surface ഉള്ളത്, and this is the convex part of the curved surface, and let's draw the principal axis over here. This is the principal axis that you are drawing, and if you are imagining an object which is a point object, if it is placed over here, അപ്പോൾ ഇത്തവണ നമ്മൾ കേർവ്ഡ് സർഫസിന്റെ ഉള്ളിലാണ് ഒബ്ജക്റ്റിനെ വെച്ചത്, അതായത് n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് ഒബ്ജക്റ്റിനെ വെച്ചത്. ഇറ്റ്സ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഡെൻസർ മീഡിയം. ദെൻ ഇമേജ് ഫോർമേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കണം. ഇമേജ് ഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട്
we can say the image formation in this situation will be, we could imagine that a light ray which is passing through the optic center, a light ray which is passing through the optic center or through the principal axis, it will pass without any deviation. പ്രിൻസിപ്പൽ ആക്സിന് മേലെ കൂടെ തന്നെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ആണെങ്കിൽ അത് നേരെ തന്നെ പാസ് ചെയ്യും. ഇനി അടുത്തതായിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് പാസ് ചെയ്യുന്ന ലൈറ്റ് റേനെ എടുക്കുക. Let's take our second light ray like this, and if we are having a second light ray which is like this, what happens is, now this is trying to move from denser medium to outer medium refractive index n1 ചെയ്തിട്ട് denser medium നിന്ന് rarer medium പോകുന്നത്. Then it should bend away from the normal. If it is bending away from the normal, നമുക്ക് normal വരയ്ക്കണ്ടേ. For drawing the normal, let me mark the center of curvature. ഈ ഒരു curved surface ഇങ്ങനെ ഉള്ള ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് സങ്കല്പിക്കാം. Therefore, let me just say this is the center of curvature of the curved surface. ഈ curved surfaceന്റെ center of curvature ഇവിടെയാണ് വിചാരിച്ചു. നോർമൽ വരയ്ക്കണമെങ്കിൽ, as we know, normal can be drawn by as the straight line which is passing through the center of curvature and passing through that point. Center of curvature-ലൂടെയും ആ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് what the normal. Therefore, this is our normal, and what happens is, now this light ray, it will bend away from the normal. കാരണം denser medium നിന്ന് rarer medium-ത്തിലേക്ക് പോകുന്ന light ray, it should bend away from the normal. Therefore, the light ray will bend away from the normal and the image will be formed like this. ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ we could get the image. അപ്പം this is the path of the refracted ray. Here also, if we are marking the angles, incident rayയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഇൻസിഡന്റ് റേയും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ആൽഫ, റിഫ്രാക്റ്റഡ് റേയും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, നോർമലും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. നമ്മളുടെ കഴിഞ്ഞ ഡയഗ്രത്തിൽ അല്ലെ ഇതിന് തൊട്ട മുന്നത്തെ ഡയഗ്രത്തിൽ വരച്ച അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ ഇമേജ് ഫോർമേഷനെ കാണിച്ചു. Then where is the image formed? ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ആ രണ്ട് ലൈറ്റ് റേസും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ we will get an image. This is the position of image. Then let's mark some distances. That is the distance from center of curvature to the curved surface. It is called as radius of curvature. Let me call it as R. The distance from the object to the curved surface, ഒബ്ജക്റ്റിൽ നിന്ന് curved സർഫസിലേക്കുള്ള ഈ ദൂരത്തിനെ let's call it as object distance u. ഇതേപോലെ we could mark the distance from image to the curved surface. The distance from image to the curved surface, it is marked as image distance v. Image distance v ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി ഇവിടെയും നമ്മൾ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അതായത് Snell's law. If we are using Snell's law over here, we could write, before using Snell's law, let's take the equation for I and R. Iക്കും Rനും ഒരു equation ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് let us consider the triangle over here. We are taking a triangle like this. ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് പറയാം ഗാമയാണ് എക്സ്റ്റീരിയർ ആംഗിള്. ഗാമ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആൽഫ പ്ലസ് ഐക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? Therefore, from this right angle triangle, what we can say is, that is ആ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. Let's mark this point as P. From the triangle OPC, we can say exterior angle gamma is equal to sum of interior angle, that is alpha plus I. ഇതിൽ നിന്ന് I is equal to ആണെങ്കിൽ
gamma minus alpha. Therefore, I could write I is equal to gamma minus alpha. Clear? Then we can take the next triangle. The next triangle that we are considering is the triangle like this. That is, you could imagine a triangle like this. ആ ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ R ആണ്. R is equal to gamma plus beta എന്ന് എഴുതാം അല്ലേ? Therefore, we are considering that triangle. That is, the triangle that we are considering next is triangle what? CPI. CPI. Then from that triangle, exterior angle R is equal to sum of interior angle, that is gamma plus beta. Appam ivadeyum we have obtained the equation for I and R. Ini nammal Snell's law ezhudum. According to our Snell's law, we know sin I by sin R is equal to what? Refractive index of second medium divided by refractive index of first medium. ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇൻസിഡന്റ് റേ നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. റിഫ്രാക്റ്റഡ് റേ നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. അതുകൊണ്ട് we have to write sin I by sin R is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ റിഫ്രാക്റ്റഡ് റേ നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, that is n1 divided by ഇൻസിഡന്റ് റേ നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 അല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, അല്ല സാർ അങ്ങനെയല്ല ഇവിടെ എഴുതിയത്. ഇവിടെ sin I by sin R is equal to n2 by n1 എന്ന് പറയുന്നതിൽ n2 എന്ന് പറയുന്ന ആരാ? റിഫ്രാക്റ്റഡ് റേ നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു. അപ്പോൾ സാധാരണ കേസിൽ ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഡെൻസർ മീഡിയത്തിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, റെയർ മീഡിയത്തിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ sin I by sin R is equal to n1 by n2 ആണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? സിൻസ് ആൽഫ ബീറ്റ ഗാമ I and R ഇവരൊക്കെ വളരെ ചെറുതാണ്. അതുകൊണ്ട് sin I നെ approximately I എന്ന് പറയാം, sin R approximately R എന്ന് നമുക്ക് പറയാം. Therefore we can rewrite the Snell's law as, നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത മാതിരി തന്നെ Snell's law നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. I by R is equal to n1 by n2. What can we replace instead of I? I ക്ക് പകരം നമുക്ക് ഇവിടെ ഗാമ മൈനസ് ആൽഫ എന്ന് കൊടുക്കാം. ആറിന് പകരം ഇവിടെ ഗാമ പ്ലസ് ബീറ്റ ഉണ്ട്. Let's substitute the values and you will get gamma minus alpha divided by gamma plus beta is equal to n1 by n2. We'll get an equation like this. Cross multiply n2 into gamma minus alpha is equal to n1 into gamma plus beta. Expand n2 gamma minus n2 alpha is equal to n1 gamma plus n1 beta. എന്നിട്ട് ഗാമേനെ ഒരു സൈഡിലേക്ക് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആൽഫയും ബീറ്റയും മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം. ഓവർ ഹിയർ n1 ബീറ്റ ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് n2 ആൽഫ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പ്ലസ് n2 ആൽഫ ഇസ് ഈക്വൽ ടു n1 ഗാമ അങ്ങോട്ടേക്ക് പോയി, അപ്പോൾ ഗാമേനെ കോമൺ ആയി പുറത്തെടുക്കാം. ഗാമ ഇൻറ്റു n2 മൈനസ് n1. ഓക്കെ, ആഫ്റ്റർ ഡൂയിങ് ദിസ് നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത മാതിരി തന്നെ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗാമ ബീറ്റ ആൻഡ് ആൽഫ. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we are imagining that we are drawing a dotted line over to here, a perpendicular, then this point is n. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് tan ആൽഫയും tan ബീറ്റയും tan ഗാമയും എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അല്ല ഈ tan ആൽഫ tan ബീറ്റ tan ഗാമ എന്നുള്ളതിന് പകരം സാർ ഇവിടെ ആൽഫക്ക് പകരമാണല്ലോ tan ആൽഫ കൊടുത്തത്. കാരണം എന്താ പറഞ്ഞാൽ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പം ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, tan alpha is equal to Pn by U ആണ്, പക്ഷെ ഞാൻ ആൽഫക്ക് പകരമാണ് Pn by U കൊടുത്തത്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ tan alpha എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആൽഫക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ
സൈൻ ഓഫ് ആൽഫ ആണെങ്കിലും ടാൻ ഓഫ് ആൽഫ ആണെങ്കിലും ഒക്കെ അപ്രോക്സിമേറ്റ്ലി ആൽഫയാണ്. അതുമാതിരി ടാൻ ബീറ്റ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ബീറ്റയാണ്. ടാൻ ഗാമ എന്ന് പറയുന്നതും അപ്രോക്സിമേറ്റ്ലി ഗാമ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതേ രീതിയിൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാന്നാല് വി കുഡ് റൈറ്റ് ഗാമ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടാൻ ഗാമ. ടാൻ ഗാമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് you could imagine a triangle that is like this. ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ ഗാമ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് പി എൻ ബൈ ആർ അല്ലേ? ക്ലിയർ? Therefore tan gamma should be equal to pn by r. Then ഇതേ രീതിയിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? tan beta കണ്ടുപിടിക്കാം. If we are finding out tan beta, in order to find out tan beta, we are imagining a right angle triangle like this. We could imagine a right angle triangle like this. ഇതിൽ നിന്ന് tan beta എന്ന് പറയുന്നത് opposite side pn divided by adjacent side. Adjacent side നമുക്ക് approximately v എന്ന് കൊടുക്കാം. അപ്പം we could write tan beta is equal to pn divided by v. ഇതേപോലെ let's find out tan alpha. In order to find out tan alpha, you have to take a right angle triangle which contains alpha, that is this right angle triangle. ഈ right angle triangle tan alpha എന്ന് പറയുന്നത് opposite side pn divided by adjacent side u എന്ന് കൊടുക്കാം. ശരിയല്ലേ? Therefore we could write pn by u. അങ്ങനെയാണെങ്കിൽ tan ഗാമ, tan ബീറ്റ, tan ആൽഫ ഒക്കെ ആയി. ഇതിന്റെ വാല്യൂസ് ടാൻ ഗാമ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഗാമ തന്നെയാണ്, ആംഗിൾ ചെറുതായതുകൊണ്ട്. ടാൻ ബീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ബീറ്റ തന്നെയാണ്, ആംഗിൾ ചെറുതായതുകൊണ്ട്. ടാൻ ആൽഫ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആൽഫയാണ്, സിൻസ് ദ ആംഗിൾ ഇസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ഗാമ, ബീറ്റ ആൻഡ് ആൽഫ ഓവർ ഹിയർ, വി കുഡ് ഗെറ്റ് ഗാമക്ക് പകരം എന്ത് കൊടുക്കാം? pn by r into n2 minus n1 is equal to ബീറ്റക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? pn by v into n1 plus ആൽഫക്ക് പകരം pn by u into n2. ഇതിൽ we could cancel this pn and you could write n2 minus n1 by r is equal to n1 by v plus n2 by u. ഇവിടെയും നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ എത്തുന്നതിന് മുന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് സൈൻ കൺവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, അതായത് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. നെഗറ്റീവ് യു എന്ന് പറയുന്നതും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് നെഗറ്റീവ്. ഇനി വി ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ് വി മെഷർ ചെയ്യുന്നത്, therefore വി ഇസ് പോസിറ്റീവ്. അതുകൊണ്ട് നമുക്കിവിടെ ഏതൊക്കെ നെഗറ്റീവ്? ആറ് നെഗറ്റീവ് ആണ്, യു നെഗറ്റീവ് ആണ്. ആറ് നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ n2 മൈനസ് n1 n1 മൈനസ് n2 ആക്കിയാൽ പോരെ. അപ്പം അതുകൊണ്ട് ഐ കുഡ് റൈറ്റ് n1 മൈനസ് n2 ഡിവൈഡ് ബൈ ആർ. അപ്പം ആറിന് നെഗറ്റീവ് കൊടുത്തു, ഇസ് ഈക്വൽ ടു നമുക്ക് യുവിന് നെഗറ്റീവ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് മൈനസ് n2. അപ്പം n1 by v minus n2 by u. We are getting an equation like this. Let me rewrite it over here. n1 by v minus n2 by u is equal to n1 minus n2 by r. This is the equation that we are getting if the object is placed in denser medium and the image is formed in rarer medium. അല്ലേ? ഈ ഇക്വേഷന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷനായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താ? ഇവിടെ n2 by v minus n1 by u n2 minus n1 by r ആണെങ്കിൽ
ഇവിടെ n1 by v minus n2 by u is equal to n1 minus n2 by r. അതായത് 1 ഉള്ള സ്ഥലത്ത് 2 2 ഉള്ള സ്ഥലത്ത് 1 ആക്കിയിട്ടുണ്ടെങ്കിൽ ഈക്വേഷൻ ആയി അല്ലേ. നോക്ക് ഇതിൽ ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ അല്ലേ. Therefore we are getting an equation like this. Okay, after getting an equation like this, നമുക്ക് ഇതിൽ നിന്ന് ഇനി മുന്നോട്ടേക്ക് നീങ്ങണം. അപ്പം റിഫ്രാക്ഷൻ ത്രൂ കർവ്ഡ് സർഫസിൽ രണ്ട് ഇക്വേഷൻസ്, രണ്ട് സിറ്റുവേഷനിൽ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി if we are going for the next derivation is called as Lensmaker's formula. വളരെ important ആണ് Lensmaker's formula, and let's derive Lensmaker's formula also. In order to derive Lensmaker's formula, let me draw a biconvex lens. And we are drawing a biconvex lens like this. രണ്ട് ഭാഗം കോൺവെക്സ് സർഫസ് ഉള്ള ഒരു biconvex lens വരച്ചു. Then after drawing the biconvex lens, let me just draw the principal axis. This is our principal axis. Okay, we have drawn the principal axis also. Biconvex lens principal axis വരച്ചതിന് ശേഷം imagine a point object is placed over here. Point object ne O എന്ന് വിളിക്കാം. ഈ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ഒരു ലൈറ്റ് റേ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പാസ് ചെയ്യുക. ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ബെൻഡ് ചെയ്യാതെ നേരെ തന്നെ പോകും. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഇനി അടുത്തൊരു ലൈറ്റ് റേ ശ്രദ്ധിച്ചോ. The next light ray that we are considering is, it is starting from the object and it is falling over the lens. ഇപ്പം ഈ ലൈറ്റ് റേ എന്ത് ചെയ്തു? നേരെ ഒബ്ജക്റ്റിൽ നിന്ന് പോയിട്ട് ലെൻസിലേക്ക് വന്നു വീണു. ഈ വീണ ലൈറ്റ് റേ എന്ത് സംഭവിക്കും? അത് നമ്മളുടെ ഫസ്റ്റ് കേർവ്ഡ് സർഫസിലൊക്കെ പറഞ്ഞ മാതിരി, ഇതാ ഈ ഒരു കേർവ്ഡ് സർഫസിലൊക്കെ പറഞ്ഞ മാതിരി ലൈറ്റ് റേ ഇങ്ങനെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യും അല്ലേ. Therefore, according to the first curved surface, the light ray will bend inward bend ചെയ്തു. ഓക്കെ, അപ്പം ഫസ്റ്റ് കേർവ്ഡ് സർഫസ് എന്നുള്ളത് പോലെ തന്നെ ലൈറ്റ് റേ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തു, ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഇവിടെ വരെ അത് പോകും അല്ലേ. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇറ്റ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ് കേർവ്ഡ് സർഫസ്, അതായത് ഈ കേർവ്ഡ് സർഫസിലുള്ള വരി ഇവിടെ വരെ അത് പോയി അല്ലേ. അപ് ടു ദിസ് പോയിന്റ് ഇറ്റ് ഹാസ് മൂവ്ഡ്. ഇനി കാര്യങ്ങൾ മാറി. അതായത് ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് റേ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് റേ ഇനി എന്ത് ചെയ്യണം? നൗ ദിസ് ലൈറ്റ് റേ ഇസ് ഇൻ ദ ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോവാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് കേസുമാതിരി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുന്ന മാതിരി. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ദ ലൈറ്റ് ഹാസ് ടു ബെൻഡ് അഗെയിൻ. അത് പിന്നെയും എന്ത് ചെയ്യും? അടുത്തേക്ക് തന്നെ ബെൻഡ് ചെയ്തിട്ട് then the light ray will undergo the second refraction and the light ray will fall over here അല്ലേ. അപ്പം ലൈറ്റ് റേ രണ്ടാമതും ഒരു റിഫ്രാക്ഷൻ കൂടി നടന്നിട്ട് അത് ഇവിടെ വന്ന് വീഴും. ദാറ്റ് മീൻസ് അറ്റ് ദിസ് പോയിന്റ് വി ആർ ഗെറ്റിംഗ് അവർ ഇമേജ്. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ നടുവിലുള്ള ഈ ഗ്രീൻ ലൈറ്റ് റേനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് റേനെ ഞാൻ ഡോട്ടഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ലെറ്റ് മീ ജസ്റ്റ് എക്സ്റ്റെൻഡ് ദിസ് ലൈറ്റ് റേസ് പാത്ത് in the dotted manner. It will tend to converge at a common point over here. അത് ഇവിടെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യും അല്ലെ. ഈ ഡോട്ടഡ് ലൈറ്റ് റേ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇതാ ഇവിടെ ഒരു പോയിന്റിലേക്ക് എത്തുന്ന മാതിരിയാണ് തോന്നുന്നത്. അതായത് സെക്കൻഡ് കേർവ്ഡ് സർഫസ് ഇല്ലായിരുന്നെങ്കിൽ, if the second curved surface was absent, the light ray should have fallen over here. അപ്പൊ ഇവിടെ ഞാൻ വെറുതെ ഐ ഡാഷ് എഴുതി. ഇവിടെ ഇമേജ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പറയും സെക്കൻഡ് കേർവ്ഡ് സർഫസ് ആബ്സെന്റ് ആയിരുന്നെങ്കിൽ ദ ലൈറ്റ് റേ ഷുഡ് ഹാവ് ഫോൾഡ് ഓവർ ഹിയർ. ഓക്കെ, ദെൻ ലെറ്റ് മീ മാർക്ക് സം ഡിസ്റ്റൻസ്. ഇഫ് വി ആർ മാർക്കിംഗ് സം ഡിസ്റ്റൻസ്, യു കുഡ് മാർക്ക് ദ ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദ ഓർ ദ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ദ ഒപ്റ്റിക് സെന്റർ. ലെൻസിന്റെ സെന്ററിലേക്ക് ഒബ്ജക്റ്റിൽ നിന്നുള്ള ദൂരത്തിനെ we could mark it as object distance u. അതേപോലെ we could mark the distance from
image to the optic center, ഈ ഡിസ്റ്റൻസിനെ we could mark it as v. Image distance v എന്ന് മാർക്ക് ചെയ്യാം. And next we could mark the distance from optic center to the virtual image. ശരിക്ക് ഇമേജ് ഇല്ല, പക്ഷേ സെക്കൻഡ് കർവ്ഡ് സർഫസ് ഇല്ലായിരുന്നെങ്കിൽ വന്ന് വീഴേണ്ട ഇമേജിലേക്കുള്ള ഈ ദൂരത്തിനെ നമുക്ക് വി ഡാഷ് എന്നും മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ we have to write, we are writing consider refraction through first curved surface. We are writing consider refraction through first curved surface. അതായത് ഫസ്റ്റ് curved സർഫസിലെ റിഫ്രാക്ഷൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് curved സർഫസിൽ നടക്കുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത ഫസ്റ്റ് ഡയഗ്രാം പോലെയാണ്. അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് കയറുന്ന രീതിയിലാണ് ഫസ്റ്റ് curved സർഫസിലുള്ള റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. അതായത് n2/v മൈനസ് n1/u = n2 - n1/r ആണ് നമ്മുടെ ഫസ്റ്റ് curved സർഫസിന്റെ റിഫ്രാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല. അതുകൊണ്ട് we can use that formula, that is, let me write that formula, n2/v minus n1/u is equal to n2 minus n1/r. This is the formula that we have to use. എന്തുകൊണ്ട് ഫസ്റ്റ് curved സർഫസ് എന്നുള്ള റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോർമുലയിൽ ഡിറൈവ് ചെയ്ത സിറ്റുവേഷൻ പോലെയാണ്. അപ്പോൾ അത് എഴുതിച്ചു. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, അതിന് ഇവിടെ രണ്ട് വി ഒക്കെ കാണുന്നുണ്ടല്ലോ, ഇവിടെ രണ്ട് curved സർഫസ് ഉണ്ടാവില്ലേ? ഉണ്ട്, രണ്ട് curved സർഫസ് ഉണ്ട്. അപ്പൊ പിന്നെ ഏത് ആറാണ് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഇതിനെ നമ്മളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊന്ന് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് curved സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് O ആണ്. ഫസ്റ്റ് curved സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ഇസ് O. ആൻഡ് if there is no second curved surface, second curved surface ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇനി വന്ന് വീഴുക. അതുകൊണ്ട് ഫസ്റ്റ് curved സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് curved സർഫസ് ഉണ്ടാക്കേണ്ടിയിരുന്ന ഇമേജ് ഇവിടെയാണ്. Therefore we can write u എന്ന് പറയുന്നത് u തന്നെ, കാരണം ഒബ്ജക്റ്റ് ഓയിൽ തന്നെയാണ്. പക്ഷേ v എന്ന് പറയുന്നത്, അതായത് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിക്ക് പകരം നമ്മൾ വി ഡാഷ് എന്ന് എടുക്കണം. കാരണം ഫസ്റ്റ് curved സർഫസ് ഉണ്ടാക്കേണ്ട ഇമേജ് ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് വിക്ക് പകരം വി ഡാഷ് എന്ന് എഴുതി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആർ എന്ന് പറയുന്നതിന് പകരം ഞാൻ R1 എന്ന് കൊടുക്കുകയാണ്. R1 എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് curved സർഫസിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഉള്ള ദൂരം. അതായത് ഫസ്റ്റ് curved സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് എന്ത്, R1. അപ്പം അത് R1 എന്ന് എഴുതി. രണ്ടും ഒന്നാവണം നിർബന്ധമില്ല. അപ്പൊ ഈ curved സർഫസിന്റെ കർവേച്ചർ തന്നെ ആയിക്കോളുന്നില്ല രണ്ടാമത്തെ curved സർഫസിന്. ഫസ്റ്റ് curved സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ R1 എന്ന് എടുക്കേണ്ടത്. Then if you are substituting these values into the standard equation, therefore we could write, therefore നമുക്ക് n2/v ക്ക് പകരം എന്ത് കൊടുക്കണം, v ക്ക് പകരം we have to write v dash minus n1/u ന് പകരം u n കൊടുക്കുക is equal to n2 minus n1 divided by r. ആറിന് പകരം എന്ത് കൊടുക്കണം, R1. ആറിന് പകരം R1. ഇവിടെ എന്ത് ചെയ്തു, വിക്ക് പകരം വി ഡാഷ് എന്ന് കൊടുത്തു, യുവിന് പകരം യു തന്നെ കൊടുത്തു. അതേപോലെ ആറിന് പകരം ആർ ഡാഷ് അല്ലെ R1 കൊടുത്തു, R1. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇത് കൺസിഡറിങ് റിഫ്രാക്ഷൻ ത്രൂ ഫസ്റ്റ് curved സർഫസ്. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, വി ഹാവ് ടു റൈറ്റ് കൺസിഡറിങ് റിഫ്രാക്ഷൻ ത്രൂ സെക്കൻഡ് curved സർഫസ്. അതായത് നമ്മൾ രണ്ടാമത്തെ curved സർഫസിലെ സെക്കൻഡ് റിഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് റിഫ്രാക്ഷൻ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോയിട്ട് റെയർ മീഡിയത്തിൽ ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമിലർ ടു ദിസ് സിറ്റുവേഷൻ അല്ലെ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റെയർ മീഡിയത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ സിറ്റുവേഷൻ പോലെയാണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ ഇതാണ്. ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. അതുകൊണ്ട് കൺസിഡറിങ് റിഫ്രാക്ഷൻ ത്രൂ സെക്കൻഡ് curved സർഫസ്, സെക്കൻഡ് curved സർഫസിലെ റിഫ്രാക്ഷൻ്റെ അവിടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഇക്വേഷന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ പോരെ.
നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനിൽ 1 ഉള്ള സ്ഥലത്ത് 2 ആക്കിയാൽ മതി അല്ലേ. അതാ ഇവിടെ ഞാൻ എഴുതുകയാണ് n1/v minus n2/u is equal to n1 minus n2/r. ഇതല്ലേ സെക്കൻഡ് കർവ്ഡ് സർഫസിൽ വേണ്ട ഇക്വേഷൻ. അതായത് 1 ഉള്ള സ്ഥലത്ത് 2 ആക്കി. നോക്കി നോക്ക്. യെസ്, ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡ് കേർഡ് സർഫസിൽ ഇമേജ് എന്തായാലും ഇതാണ്, ഫൈനൽ ഇമേജ് എന്തായാലും ഇതാണ്. അപ്പൊ ഇമേജ് ഇതാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, അതായത് v ഈക്വൽ ടു v തന്നെയാണ്. പക്ഷെ ഒബ്ജക്റ്റ് ഏതാ? സെക്കൻഡ് കേർവ്ഡ് സർഫസിനോട് നമ്മൾ ചോദിക്കുകയാണ് ഒബ്ജക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി സെക്കൻഡ് കേർവ്ഡ് സർഫസ് പറയാൻ പോകുന്നത്, സെക്കൻഡ് കേർവ്ഡ് സർഫസ് ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? ഐ ഡാഷിൽ വീഴേണ്ടിരുന്ന ഇമേജിനെ ഐയിൽ കൊണ്ടെത്തിച്ചു. സെക്കൻഡ് കേർവ്ഡ് സർഫസ് ചെയ്യുന്നത് ഐ ഡാഷിൽ വീഴേണ്ടിരുന്ന ഇമേജിനെ, വന്ന് വീഴേണ്ടിരുന്ന ഇമേജിനെ ഐയിലേക്ക് കൊണ്ടുവച്ചു. അപ്പം എന്തിൻ്റെയാണോ ഇമേജ് ഉണ്ടാക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഈ ഇമേജ് ആരെ എടുത്തുനിന്നാണ് ഉണ്ടാക്കിയത്? ഐ ഡാഷിന്റെ അടുത്തുനിന്നാണ്. അപ്പൊ ഐ ഡാഷ് ആണ് സെക്കൻഡ് കേർവ്ഡ് സർഫസിൽ ഒബ്ജക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സെക്കൻഡ് കേർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഐ ഡാഷ് എന്ന് പറയുന്ന വെർച്വൽ ഇമേജ് ആണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫോർ ദ സെക്കൻഡ് കേർവ്ഡ് സർഫസ് ദ വെർച്വൽ ഇമേജ് അറ്റ് ഐ ഡാഷ് ഇസ് ആക്ടിങ് ആസ് ദ ഒബ്ജക്റ്റ്. അതുകൊണ്ട് യു എന്ന് പറയുന്നത് ഐ ഡാഷിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരമാണ്, അതായത് വി ഡാഷ്. കാരണം ഐ ഡാഷ് ആണ് സെക്കൻഡ് കേർവ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ്. അപ്പൊ യു ഈക്വൽ ടു വി ഡാഷ് ആണ്, വി ഈക്വൽ ടു വി ആണ്. ആറിന് പകരം സെക്കൻഡ് കേർവ്ഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയതുകൊണ്ട് ഐ കുഡ് റൈറ്റ് R2. ആറിന് പകരം R2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ we can rewrite this equation to n1 by v ക്ക് പകരം v തന്നെ മൈനസ് n2 by u ന് പകരം v ഡാഷ് എന്ന് എഴുതാം is equal to n1 minus n2 by r ന് പകരം we have to write R2. Therefore this is our second equation. Okay. After getting equation number 1 and 2, what we are going to do is equation number 1 plus equation number 2 എന്ന് ചെയ്യാൻ തീരുമാനിച്ചു. Equation number 1 കൂടെ equation number 2 add ചെയ്യാം. Therefore, if we are adding that 2, we could write n2 by v dash minus n1 by u, LHS ന് add ചെയ്യാം, plus n1 by v minus n2 by v dash. ഇനി RHS ന് add ചെയ്യുകയാണെങ്കിൽ n2 minus n1 divided by r1 plus n1 minus n2 divided by r2. We could write like this. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ we have n2 by v dash and there is a minus n2 by v dash. We could cancel this off. ഇതിൽ നിന്ന് നമുക്ക് n1 കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ n1 കോമൺ ആയി പുറത്തെടുത്തിട്ട് 1 by v ആദ്യം എഴുതട്ടെ, കാരണം ഇത് നെഗറ്റീവ് ആണ്. Therefore 1 by v minus 1 by u. We could write like this. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. ഇതിൽ നിന്ന് RHS നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ n2 മൈനസ് n1 കോമൺ ആയി പുറത്തെടുത്തു. അപ്പൊ ചോദിക്കുകയാണല്ലോ n2 മൈനസ് n1 കോമൺ ആയി പുറത്തെടുക്കാൻ, രണ്ടിലും n2 മൈനസ് n1 അല്ലല്ലോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സ്റ്റിൽ ഐ കുഡ് ടേക്ക് ദാറ്റ് n2 മൈനസ് n1 കോമൺ ഔട്ട്. n2 മൈനസ് n1 കോമൺ ഔട്ട് എടുത്തു. അങ്ങനെയാണ് ഫസ്റ്റത്തേൽ 1 by r1 ആണ് ഉണ്ടാവുക. പക്ഷെ രണ്ടാമത്തേൽ n2 മൈനസ് n1 അല്ല, ഇവിടെ n1 മൈനസ് n2 ആയതുകൊണ്ട് ഇവിടെ മൈനസ് 1 by r2 എന്ന് എഴുതിയാൽ മതി. Am I correct? എഴുതാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഇമാജിനേഷൻ, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻഫിനിറ്റിയിൽ കൊണ്ടുവച്ചാലോ എന്ന്. ഇഫ് വി ആർ പ്ലേസിംഗ് ദ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അതായത് ഇവിടെ എഴുതാണ് ഇഫ് ഒബ്ജക്റ്റ് was at infinity, അതായത് u is equal to infinity ആണെങ്കിൽ then image will be at focus. അല്ലേ? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ് ഫോക്കസിലാണ് വന്നു വീഴുക. അപ്പം u ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ then നമുക്ക് ഇമേജ് ഫോക്കസിലായിരിക്കും എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു f എന്ന് എഴുതാം. അതായത് നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ എടുത്തു, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ്, അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇമേജ് ഫോക്കസിൽ ഫോം ചെയ്യും. അപ്പൊ u ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, v ഈക്വൽ ടു f എന്ന് എഴുതാം.
അങ്ങനെയാണ് we could write this equation as ഇവിടെ n1 into 1 by v, 1 by v ക്ക് പകരം എന്ത് കൊടുക്കാം? ഇൻസ്റ്റെഡ് ഓഫ് v ക്ക് പകരം നമുക്ക് f എന്ന് കൊടുക്കാം. മൈനസ് 1 by u ന് പകരം ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. നമ്മൾ യുവിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുകയാണ്, വിക്ക് പകരം എഫ് കൊടുക്കുക എന്നുള്ള സിറ്റുവേഷൻ ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു വാട്ട്? 1/r1 മൈനസ് 1/r2 ഇങ്ങനെ എഴുതി. ഇതിൽ നിന്ന് n1 ഇങ്ങോട്ട് എടുത്തു. അങ്ങനെയാണ് 1/∞ എത്ര? 0. അപ്പോൾ 1/f is equal to n2 minus n1 divided by n1 into 1/r1 minus 1/r2. We are getting an equation like this. അപ്പം ചോദിക്കുകയാണ്, അല്ല ഇതിൽ നമ്മൾ സാധാരണ എല്ലാ ഇതിലും ചെയ്ത പോലെ ലാസ്റ്റ് സൈൻ കൺവെൻഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ലേ എന്ന്. ഞാൻ പറയാണ്, ഇതിൽ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സൈൻ കൺവെൻഷൻ കൊടുത്ത് കിട്ടിയ രണ്ട് ഇക്വേഷൻസ്, അതായത് n2/v minus n1/u n2 minus n1/r, അതേപോലെ n1/v minus n2/u n1 minus n2/r, ഇത് രണ്ടും സൈൻ കൺവെൻഷൻ കൊടുത്ത് കിട്ടിയതാണ്. അതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫോക്കൽ ലെങ്ത് ഓഫ് എ ബൈകോൺവെക്സ് ലെൻസ്. ഒരു ബൈകോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന് ഇതാണ് എക്സ്പ്രഷൻ. അപ്പൊ ചോദിക്കുകയാണ്, ആരാണ് n2? n2 എന്ന് പറയുന്നത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആരാണ് n1? n1 is the refractive index of the medium outside the lens. ലെൻസിന്റെ പുറത്തുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n1. R1 ഉം R2 ഉം നമ്മളുടെ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെയും കേർവ്ഡ് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ, രണ്ട് കേർവ്ഡ് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതിനൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. സ്പെഷ്യൽ കേസ്, അതായത് സാധാരണ സാഹചര്യങ്ങളിൽ ഔട്ടർ മീഡിയം എന്തായിരിക്കും? എയർ ആയിരിക്കും. അപ്പം ഇഫ് ഔട്ടർ മീഡിയം ഇസ് എയർ, ഔട്ടർ മീഡിയം എയർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഔട്ടർ മീഡിയം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറയുന്നത് 1 ആണ്. ഔട്ടർ മീഡിയം എയർ ആണെങ്കിൽ ഔട്ടർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1. Therefore അങ്ങനെയാണെങ്കിൽ n2 ന് പകരം n എന്ന് കൊടുത്താൽ മതി. കാരണം n1 n2 എന്ന് എഴുതാൻ കാരണം രണ്ടെണ്ണം ഉള്ളതിനുണ്ടാ. n1ന്റെ വില 1 ആണ്, പിന്നെ n2ന്റെ വില നേരെ n എന്ന് എഴുതിയാൽ. Then we could rewrite this equation as 1/f is equal to n minus 1 into 1/r1 minus 1/r2. Therefore, this is the formula which we have to learn as lens maker's formula. Lens maker's formula ശരിയായ ഫോർമുല ഏതാ? This is the correct formula. ഇതാണ് നമ്മളുടെ ശരിയായ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. പക്ഷേ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ അധിക സമയത്ത് യൂസ് ചെയ്യുക. ഔട്ടർ മീഡിയത്തിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ then we can use this formula. What is n? n is the refractive index of the glass which is the lens is made. R1 R2 രണ്ട് റേഡിയസ് ഒക്കെ വെച്ച്. പക്ഷെ ഔട്ടർ മീഡിയം എയർ അല്ലെങ്കിൽ then we have to use this formula. This is the correct lens makers formula and this is the special case of it. അപ്പോൾ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും അതിന്റെ സ്പെഷ്യൽ കേസും കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ആർ സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ് ഓവർ ഹിയർ. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.